പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് നിരവധി ഫ്ലൈറ്റുകളാണ് രാജ്യത്ത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ റദ്ദാക്കേണ്ടി വന്നത്. കനത്ത മൂടൽമഞ്ഞ് വിമാനയാത്ര ദുഷ്കരമാക്കുകയും ചെയ്തു. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഞായറാഴ്ച മാത്രം ഏകദേശം 500ഓളം വിമാനങ്ങളാണ് യാത്ര വൈകി ആരംഭിച്ചത്. അതിൽ തന്നെ 10ഓളം ഫ്ലൈറ്റുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ബംഗളൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും സ്ഥിതി ഇതുതന്നെയായിരുന്നു. ഇതെല്ലാം വിമാനയാത്രക്കാരെ കൂടുതൽ അസ്വസ്ഥരാക്കി. പലരും എയർലൈൻ ജീവനക്കാർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഫ്ലൈറ്റ് യാത്രയിൽ കാലതാമസം നേരിടുകയോ ഫ്ലൈറ്റ് റദ്ദാക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ലഭ്യമാക്കേണ്ട പല അവകാശങ്ങളെപ്പറ്റിയുള്ള ചർച്ചകളും ഇതിനോടനുബന്ധിച്ച് വ്യാപകമാവുകയാണ്. ഇത്തരം സംഭവങ്ങളിൽ പ്രത്യേകം നിയമമനുസരിച്ചാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അഥവാ DGCA പ്രവർത്തിക്കുന്നത്. വിമാനയാത്ര വൈകുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നാണ് നിയമം പറയുന്നത്. ഫ്ലൈറ്റിന്റെ ബ്ലോക്ക് ടൈം അനുസരിച്ചാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ഇതിന്റെ പ്രധാന മാനദണ്ഡം ഇവയാണ്: 2.5 മണിക്കൂർ വരെ ബ്ലോക്ക് ടൈം ഉള്ള ഒരു ഫ്ലൈറ്റ് 2 മണിക്കൂറിൽ കൂടുതൽ വൈകുന്ന സാഹചര്യം, 2.5 മുതൽ 5 മണിക്കൂർ വരെ ബ്ലോക്ക് ടൈം ഉള്ള ഒരു ഫ്ലൈറ്റ് 3 മണിക്കൂറിൽ കൂടുതൽ വൈകുന്ന സാഹചര്യം, ഫ്ലൈറ്റ് 4 മണിക്കൂറിൽ കൂടുതൽ വൈകുന്ന സാഹചര്യം. ഇനി വിമാനം 6 മണിക്കൂറോ അതിൽ കൂടുതലോ സമയം വൈകിയാൽ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ് പുതുക്കിയ സമയം യാത്രക്കാരനെ വിമാന കമ്പനികൾ അറിയിച്ചിരിക്കണമെന്നാണ് നിയമം. ഈ സാഹചര്യത്തിൽ മറ്റൊരു ഫ്ലൈറ്റിലേക്ക് യാത്ര മാറ്റണമെന്നോ അല്ലെങ്കിൽ ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യണമെന്നോ യാത്രക്കാർക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഫ്ലൈറ്റ് 24 മണിക്കൂറിൽ കൂടുതൽ സമയം വൈകിയാൽ യാത്രക്കാർക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കി നൽകണമെന്നും നിയമമുണ്ട്. അതേസമയം കാലാവസ്ഥ മാറി വരുന്ന സാഹചര്യത്തിൽ വിമാന കമ്പനിയായ എയർ ഇന്ത്യ ഫോഗ് കെയർ സംവിധാനം ആരംഭിച്ചത് വാർത്തയായിരുന്നു. ഇതിലൂടെ യാത്രക്കാർക്ക് തങ്ങളുടെ ഫ്ലൈറ്റ് യാത്ര പുനഃക്രമീകരിക്കാനും അധിക നിരക്കില്ലാതെ യാത്ര ക്യാൻസൽ ചെയ്യാനുമുള്ള സൗകര്യം നൽകുന്നുണ്ട്. എന്നാൽ എയർ ട്രാഫിക് കൺട്രോൾ, സുരക്ഷാ പ്രശ്നങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയുടെ ഭാഗമായാണ് ഫ്ലൈറ്റ് യാത്രയിൽ കാലതാമസം ഉണ്ടാകുന്നതെങ്കിൽ അതിന് കമ്പനികൾ നഷ്ടപരിഹാരം നൽകേണ്ടതില്ല. ഫ്ലൈറ്റ് റദ്ദാക്കുകയാണെങ്കിൽ അക്കാര്യം യാത്രാ തീയതിക്ക് 2 ആഴ്ച മുമ്പെങ്കിലും യാത്രക്കാരനെ വിമാന കമ്പനി അറിയിക്കണം. കൂടാതെ യാത്ര പുനഃക്രമീകരിക്കുകയോ അല്ലെങ്കിൽ ടിക്കറ്റ് തുക തിരികെ നൽകുകയോ ചെയ്യണമെന്നും DGCA പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. യാത്രാ തീയതിക്ക് 24 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കിടയിലോ ആണ് വിമാനം റദ്ദാക്കിയ വിവരം നൽകുന്നതെങ്കിൽ വിമാന കമ്പനി യാത്രക്കാരന് മറ്റൊരു ഫ്ലൈറ്റിലേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പാടാക്കി നൽകുകയോ ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. ഈ വിവരം കൃത്യമായി യാത്രക്കാരെ അറിയിക്കാതിരിക്കുകയോ അവർക്ക് അതേ ടിക്കറ്റ് നമ്പറിലുള്ള കണക്റ്റിംഗ് ഫ്ലൈറ്റിൽ പോകാൻ കഴിയാതാവുകയോ ചെയ്താൽ കൃത്യമായ നഷ്ടപരിഹാരം നൽകാൻ വിമാന കമ്പനി അധികൃതർ ബാധ്യസ്ഥരാണ്. എങ്ങനെയൊക്കെയാണ് നഷ്ടപരിഹാരം നൽകേണ്ടതെന്ന് നോക്കാം. 1. 1 മണിക്കൂർ വരെ ബ്ലോക്ക് ടൈം ഉള്ള ഫ്ലൈറ്റുകൾക്ക് മുഴുവൻ റീഫണ്ടും 5000 രൂപയും അല്ലെങ്കിൽ ബുക്ക് ചെയ്ത വൺ വേ ടിക്കറ്റിന്റെ അടിസ്ഥാന നിരക്ക് ഇതിലേതാണോ കുറവ് അത് മടക്കി നൽകണം. 2. 1 മുതൽ 2 മണിക്കൂർ വരെ ബ്ലോക്ക് ടൈം ഉള്ള ഫ്ലൈറ്റുകൾക്ക് മുഴുവൻ റീഫണ്ടും 7500 രൂപയും ബുക്ക് ചെയ്ത വൺ വേ ടിക്കറ്റിന്റെ അടിസ്ഥാന നിരക്ക് ഇതിൽ കുറവ് ഏതാണോ അത് തിരികെ നൽകും. 3. 2 മണിക്കൂറിൽ കൂടുതൽ ബ്ലോക്ക് ടൈം ഉള്ള ഫ്ലൈറ്റുകൾക്ക് മുഴുവൻ റീഫണ്ടും 10000 രൂപയും ബുക്ക് ചെയ്ത വൺ വേ ടിക്കറ്റിന്റെ അടിസ്ഥാന നിരക്ക് ഇതിലേതാണോ കുറവ് അവ മടക്കി നൽകും. അതേസമയം മൂടൽമഞ്ഞ് പോലെയുള്ള സാഹചര്യത്തിൽ ഫ്ലൈറ്റ് യാത്രയിൽ തടസ്സം നേരിടുന്നവർക്ക് അധിക ചാർജ് ഇല്ലാതെ ലഭ്യമായ അടുത്ത ഫ്ലൈറ്റിൽ വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. മുടങ്ങിയ യാത്രയുടെ റീഫണ്ട് കിട്ടാനും ഇവർ അർഹരാണ്. എങ്ങനെയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടത്? എങ്ങനെ റീഫണ്ട് ആവശ്യപ്പെടാം? 1. നിങ്ങളുടെ എയർലൈൻ വെബ്സൈറ്റ് തുറക്കുക. വെബ്സൈറ്റിലെ മാനേജ് ബുക്കിംഗ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. 2. ടിക്കറ്റിലെ PNR വിവരങ്ങളും യാത്ര ക്യാൻസൽ ചെയ്യേണ്ടയാളുടെ പേരും ടൈപ്പ് ചെയ്യുക. 3. മോഡിഫൈ ഓർ ക്യാൻസൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വിമാനം റദ്ദാക്കുകയോ വൈകുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരവും ആവശ്യപ്പെടാവുന്നതാണ്. യാത്ര മുടങ്ങി 1 മാസത്തിനുള്ളിൽ തന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെടേണ്ടതാണ്. നഷ്ടപരിഹാരം തേടിയുള്ള അപേക്ഷയോടൊപ്പം ആവശ്യമായ എല്ലാ രേഖകളും സമർപ്പിക്കുകയും ചെയ്യണം. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉപയോഗിച്ച ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, ഫോൺ നമ്പർ, ടിക്കറ്റ് നമ്പർ, ഫ്ലൈറ്റ് നമ്പർ, യാത്രാ തീയതി തുടങ്ങിയ വിവരങ്ങൾ അപേക്ഷയോടൊപ്പം ചേർക്കേണ്ടതാണ്.